ഹായ് ഫ്രണ്ട്സ്, അനിയാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് മഴയൊക്കെ ഉണ്ടെങ്കിൽ വീടുകളിൽ കൂടുതലായിട്ട് എലിയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ എലിയെ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് എലി ചത്തു പോകുന്ന 2 ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി തന്നെ എടുക്കുക. അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് പൊടിയാണ്, ഇപ്പോൾ ഗോതമ്പ് പൊടിയോ വേറെ ഏതെങ്കിലും പൊടിയാണെങ്കിൽ എടുത്താൽ മതിയേ. അപ്പോൾ 2 സ്പൂണോളം അരിപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത്, പിന്നെ എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പഴയ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ മുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് ആയിട്ടുള്ളതോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. മുളക് ചതച്ചതോ എന്തായാലും പ്രശ്നമില്ല. ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയിലേക്ക് മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ മിക്സാക്കി നന്നായിട്ട് എടുക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാലേ അതിൻ്റെ അത് എല്ലായിടത്തും എത്തുകയുള്ളൂ. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ട അടുത്തൊരു ഐറ്റം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 2 കഷ്ണം ചെറിയ ഉള്ളി മതി കേട്ടോ. സവാള എടുക്കേണ്ട, ചെറിയ ഉള്ളി തന്നെ എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കഷ്ണം എടുക്കുക. എടുത്തതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ചതച്ചായാലും മതി. ചതയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ പീസ് കടിക്കുന്ന രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കഷ്ണം ഉള്ളി എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ലൂസായിട്ടാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവിനൊന്നും കുഴയ്ക്കുന്ന പോലെയല്ല, ഇത്തിരി ലൂസി ടൈപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ദേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു മെയിനായിട്ടുള്ളൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിയൊക്കെ ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത്. അതേ നന്നായിട്ട് മിക്സാക്കിയിട്ട് അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്സാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിക്സ് ഇല്ലേ, വിക്സിൻ്റെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ വിക്സ് നമുക്ക് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. കൈകൊണ്ട് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതെ ഇത്രയും മതി കേട്ടോ. ഒരല്പം വിക്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ല ആ ഒരു വിക്സിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ശരിക്കും അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എലിയ മാത്രമല്ല കേട്ടോ, പല സാധനങ്ങളും ചത്തുപോകും ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മൃഗങ്ങളൊക്കെ ഇപ്പോൾ പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ പട്ടിക്കുട്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുങ്ങളുടെ പരിസരത്തൊന്നും കൊണ്ട് വയ്ക്കരുതും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം എവിടെയാണോ കൂടുതലായിട്ട് എലീൻ്റെ ശല്യം ഉള്ളത് ആ ഭാഗങ്ങളിലേക്ക് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. എലി കഴിക്കുകയും എലി ചത്തുപോവുകയും ചെയ്യും കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് ചത്തുപോകുന്നൊരു സാധനമാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഞാൻ കുറച്ച് കോരിയെടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് എലിയുടെ ഒരു ശല്യം ഇനി വീടുകളിൽ ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എപ്പോഴും സൂപ്പറായിട്ടുള്ള വിക്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചിലർ ചോദിക്കും ഇപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ബാംസ് എടുത്താൽ മതി. വിക്സാണ് ഞാൻ ചെയ്ത് നോക്കിയിരിക്കുന്നത്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് വിക്സ് എടുക്കാൻ പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് ഇനി പോയാലോ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവമുണ്ടോ മൈദയാണ്. അപ്പോൾ മൈദ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മൈദ മാത്രമേ ഇതിന് പറ്റുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടൊരു സൂത്രമാണ്. കാരണം മൈദയാണെങ്കിൽ ഈ ചെയ്യുന്നത് കംപ്ലീറ്റ് നമുക്ക് സക്സസ് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ മൈദ തന്നെ എടുക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ മൈദ ഒരു 2-2.5 സ്പൂണോ മൈദ എടുത്താൽ മതി. കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മൈദയിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് വേണം നമുക്ക് മിക്സാക്കി എടുക്കാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ റിസൾട്ട് കിട്ടുള്ളൂ. അടുത്തതായിട്ട് എടുത്തത് 1 സ്പൂണോളം സാമ്പാർ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം ചേർത്ത്, ഇതിനകത്ത് അത്യാവശ്യം എരിവും എല്ലാം ഉണ്ടല്ലോ, കുരുമുളകും എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി തന്നെ എടുക്കുക. ഇപ്പോൾ വീട്ടിലെ പൊടിച്ചത് ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും മതി കേട്ടോ, ഏതായാലും മതി. ഈ അരിപ്പൊടിയോ അങ്ങനെ വേറൊരു പൊടികളോ ഒന്നും എടുക്കാൻ പാടില്ല. മൈദയും ഈ സാമ്പാർ പൊടിയും തന്നെ വേണം കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കണ്ടോ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ഗ്രീൻ ചില്ലിയുടെ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെടുത്താൽ മതി. ഒന്നും ഇല്ലെങ്കിൽ പച്ചമുളക് അരച്ചെടുത്താലും മതി. ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് നന്നായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഗ്രീൻ ചില്ലിയുടെ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം.
അപ്പോൾ എപ്പോഴും ഒഴിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിലാണ് സാധാരണ ഇതൊന്നും ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഒരു 5 പച്ചമുളകുകളോ എടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു അല്പം വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് ഒരു 2 തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മൈദ നമ്മൾ ദേ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എലിയെ കൊല്ലാൻ പറ്റിയ കിട്ടില്ല സൂത്രമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഉണ്ടയൊക്കെ എടുത്തിട്ട് നമുക്കിതിനൊന്ന് ഇങ്ങനെ ചുരുട്ടി നന്നായിട്ടൊരു 3-4 കഷ്ണം മതി കേട്ടോ. നല്ല ബോൾസായിട്ട് ഇങ്ങനെ വേണമെന്നില്ല, ഇച്ചിരി ലൂസി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ല ലൂസല്ല, എന്നാലും ചെറുതായിട്ട്, കാരണം ഇതിൻ്റെ അകത്തൊരു ഫില്ലിങ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇച്ചിരി ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മുടെയൊക്കെ വീട്ടിൽ കൊതുതിരി മേടിച്ച് കത്തിക്കത്തില്ലേ, ഈ കൊതുതിരി ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ അകത്തതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തിരിച്ചു കൊടുത്താൽ ഇത് പൊടിഞ്ഞു വീഴും. ഈ ഒരു സാധനം വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഇതിൽ ചത്തുപോവും. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മളിപ്പോൾ കൊതുകിനെ മാത്രം ഓടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് കുറേ കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതെടുത്ത് ജസ്റ്റ് ഇത്തിരി വെള്ളം ഒന്ന് നനച്ചിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആ ഫില്ലിങ് നന്നായിട്ട് കുഴഞ്ഞതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഇതങ്ങ് വെച്ചതിന് ശേഷം ഒന്ന് ചുരുട്ടി വയ്ക്കുക, അത്രയും മതി. ഒന്ന് ജസ്റ്റ് ഒരു ഉണ്ട പോലെ ആക്കി എടുക്കുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ലൂസി ടൈപ്പിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വയ്ക്കുക, വെച്ചതിന് ശേഷം അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സംഭവം വെച്ച് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ള കംപ്ലീറ്റ് എലിയെ നമുക്ക് കൊല്ലാൻ സാധിക്കും കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ്. ഇത്രയും ഇപ്പോൾ 4 ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതെവിടെയാണ് എലിശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതിയേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.